ഗണേശോത്സവ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഗണേശോത്സവത്തിന്റെ ഭാഗമായി മിഴിതുറക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് സമീപത്തുള്ള ഗണേശ വിഗ്രഹത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. മഹാമണ്ഡലേശ്വർ ശങ്കരകൃഷ്ണാനന്ദ സരസ്വതി പൂജ ഉദ്ഘാടനം ചെയ്തു. ജനം TV MD ചെങ്കൽ എസ് രാജശേഖരൻ നായർ തുടങ്ങി നിരവധി പേർ ചടങ്ങിന് സാക്ഷികളായി. തിരുവനന്തപുരം പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് സമീപത്ത് സ്ഥാപിച്ച ഗണേശ വിഗ്രഹത്തിലാണ് മിഴിതുറക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. മഹാമണ്ഡലേശ്വർ ശങ്കരകൃഷ്ണാനന്ദ സരസ്വതി, മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ എന്നിവർ ചേർന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മഹാഗണപതി സർവവിഘ്നങ്ങളും മാറ്റണേ, സർവൈശ്വര്യങ്ങളും ഉണ്ടാവണേ, സർവദോഷങ്ങളും മാറ്റണേ. ഓം ഗം ഗണപതയേ നമ. വിഘ്നേശ്വര മഹാഗണപതി. ഓം ഗം ഗണപതയേ നമ. വിഘ്നേശ്വര മഹാഗണപതി. സർവവിഘ്നങ്ങളും മാറ്റണേ, സർവദോഷങ്ങളും. വിഘ്നേശ്വരന്റെ അനുഗ്രഹം എല്ലാ ദുഃഖങ്ങളും നിഷ്പ്രഭമാക്കുമെന്ന് മഹാമണ്ഡലേശ്വർ ശങ്കരകൃഷ്ണാനന്ദ സരസ്വതി പറഞ്ഞു. ഈ ഗണപതി നമുക്ക് എല്ലാ തരത്തിലും നമുക്ക് എന്നും അനുഗ്രഹം ചൊരിയും. നോക്കൂ, നമ്മളുടെ വീടുകളിൽ സന്ധ്യയ്ക്ക് നാം കൊളുത്തുന്ന ദീപം എത്ര വീടുകളിൽ ഇന്ന് ഹിന്ദുക്കളുടെ വീട്ടിലുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ചിലപ്പോൾ എന്നെയും കൂടെ ചേർത്ത് തന്നെയാണ് പറയുന്നത്. പക്ഷേ അവിടെ നമ്മൾ കൃത്യമായി ദീപം തെളിക്കുകയും നമ്മൾ കൃത്യമായി മന്ത്രം അറിയില്ലെങ്കിലും ഓം ഗം ഗണപതായ നമോ, ഓം നമ ശിവായ എന്നോ ഏതെങ്കിലും ഒരു മന്ത്രം നമ്മൾ കൃത്യമായ സമയത്ത് നാം ജപിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്ക് ഭഗവാൻ പ്രസാദിക്കും. ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് മഹാഭാഗ്യമായി കരുതുന്നുവെന്ന് K മുരളീധരൻ പ്രതികരിച്ചു. ഏതൊരു ചടങ്ങ് നടക്കുമ്പോഴും അതിന് മുന്നോടിയായി ഗണപതി ഹോമം ഒരു ചടങ്ങായി നമ്മൾ നിർവഹിക്കുക. പണ്ടൊരു ചൊല്ലുള്ളത്, ഗണപതി ഹോമം കഴിച്ചതുകൊണ്ട് എന്തെങ്കിലും ദോഷമോ സർപ്പപൂജ നടത്തിയാൽ ഗുണമോ കിട്ടാൻ പ്രയാസമാണ് എന്ന് പറയാറുണ്ട്. വിനായകൻ എല്ലാ കാര്യങ്ങളിലും അധികം തൃപ്തിപ്പെട്ടോളും. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ പോലും അതൊക്കെ പരിഹരിച്ച് അധികം നമ്മൾ അനുഗ്രഹിക്കാറുണ്ട്. സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് മഹാരാഷ്ട്രയിൽ ഗണേശോത്സവം ആരംഭിക്കുന്നതെന്ന് ജനം TV MD ചെങ്കൽ എസ് രാജശേഖരൻ നായർ പറഞ്ഞു. ഇന്ന് കേരളത്തിൽ കുറേ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗണേശോത്സവമാണ്. ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് പ്രവർത്തിച്ചത് മഹാരാഷ്ട്രയിലായിരുന്നു മുമ്പേ നടന്നിരുന്നുവെങ്കിൽ മഹാരാഷ്ട്രയിൽ നടന്നത് ബ്രിട്ടീഷുകാർക്ക് എഗെയിൻസ്റ്റായിട്ട് ആളുകളെ സംഘടിപ്പിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുവാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. ആ സനാതന ധർമ്മത്തെ നിലനിർത്തുവാൻ വേണ്ടി ഗണേശ് പൂജ എല്ലാവരും എല്ലാ വീടുകളിലും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ചലച്ചിത്ര താരങ്ങളായ MR ഗോപകുമാർ, ദിനേശ് പണിക്കർ തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. 2025 ഗണേശോത്സവത്തിന്റെ ഭാഗമായി ഗണേശോത്സവ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ഈ മാസം 27-ാം തീയതിയാണ് വിനായക ചതുർത്ഥി. ജനം, തിരുവനന്തപുരം.